എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. CPI ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ. പ്രതിപക്ഷത്തിന് ആയുധം നൽകരുതെന്ന് കാനത്തോട് കോടിയേരി. തക്കം പാർത്തിരിക്കുന്ന പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ LDFന്റെ ഘടകകക്ഷികളിൽ നിന്നുണ്ടാകാൻ പാടില്ല. മഹിജയുടെ DGP ഓഫീസിലെ സമരം ഒഴിവാക്കാമായിരുന്നു. വളയത്തെ നന്ദിഗ്രാമാക്കാൻ ശ്രമം നടന്നു. ശത്രുക്കൾക്ക് ആയുധം നൽകാതിരിക്കേണ്ടത് സർക്കാരെന്ന് കാനത്തിന്റെ തിരിച്ചടി. കുൽഭൂഷൺ യാദവിന്റെ വധശിക്ഷ ഒഴിവാക്കാൻ സമ്മർദ്ദം കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള എല്ലാ ഉഭയകക്ഷി ചർച്ചകളും മരവിപ്പിച്ചു. സമുദ്രാതിർത്തി സുരക്ഷയിൽ നടക്കാനിരുന്ന ചർച്ചകൾ റദ്ദാക്കി. പാക് അധീന കശ്മീരിൽ നിന്ന് 3 റോ ഏജന്റുമാരെ അറസ്റ്റ് ചെയ്തെന്ന് പാകിസ്ഥാന്റെ അവകാശവാദം. കോഴിക്കോട് ജെല്ലി മിഠായി കഴിച്ച കുഞ്ഞു ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചു. അമ്മ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. വൈക്കത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ ആൾ മുങ്ങി മരിച്ചു. ഒഴുക്കിൽപ്പെട്ട സഹോദരന് വേണ്ടി തെരച്ചിൽ. ശ്രീനഗർ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസിന് ജയം. ഫറൂഖ് അബ്ദുള്ള ജയിച്ചത് 10,028 വോട്ടിന്. സിറ്റിംഗ് സീറ്റിലെ തോൽവി PDPക്ക് കനത്ത തിരിച്ചടി. BJP ദേശീയ എക്സിക്യൂട്ടീവ് ഭുവനേശ്വറിൽ തുടങ്ങി. യുദ്ധഭീതി ഉണർത്തി ഉത്തര കൊറിയയുടെ ശക്തി പ്രകടനം. ആണവയുദ്ധത്തിന് തയ്യാറെന്ന് അമേരിക്കയോട് വെല്ലുവിളി. കിം ജോങ് ഉൻ സൈനിക പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. വീണ്ടും ആണവ പരീക്ഷണം നടത്തുമെന്ന് സൂചന. പിണറായി സർക്കാരിനെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ഒരുങ്ങുന്ന ശത്രുക്കൾക്ക് കാനം ആയുധം നൽകരുത്. EP ജയരാജൻ നടത്തിയ മേലാവി പരാമർശത്തെയും കോടിയേരി വിമർശിച്ചു. മഹിജയുടെ DGP ഓഫീസിലെ സമരം ഒഴിവാക്കാമായിരുന്നു. വളയത്ത് നന്ദിഗ്രാം ആവർത്തിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് കോടിയേരി ആരോപിച്ചു. LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി റേഷൻ അട്ടിമറിച്ചതും കറൻസി നൽകാത്തതും ജനവികാരം പിണറായി സർക്കാരിനെ എതിരാക്കുന്നതിന് വേണ്ടിയാണ്. കോൺഗ്രസ് ഇതിന് ഒത്താശ ചെയ്യുകയാണ്. മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന നിലപാട് CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് കാനത്തെ കോടിയേരി ഓർമ്മിപ്പിച്ചു. മുമ്പ് മുന്നണിയിൽ പരസ്യമായി വാദപ്രതിവാദമുണ്ടായ കാലത്തെ അനുഭവം പരിശോധിക്കണം. ഇത് വ്യക്തമാക്കുന്നത് ഇത്തരം അവസരങ്ങളെ ഉപയോഗിക്കാൻ തക്കം പാർത്തിരിക്കുന്ന പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ LDFന്റെ ഘടകകക്ഷികളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രതികരണം വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മുതലാളിയുടെ ഭാഷയല്ല, ട്രേഡ് യൂണിയൻ നേതാവായത് കൊണ്ടായിരിക്കാം കാനം അങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവായതുകൊണ്ട് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതായിരിക്കാം. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഭാഷയൊന്നും മുഖ്യമന്ത്രിക്കില്ല, മുഖ്യമന്ത്രിക്കുമില്ല, ഗവൺമെൻറ്റിനുമില്ല. ഈ ഗവൺമെൻറ് തൊഴിലാളി വർഗ സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് മുതലാളിയുടെ ഭാഷയൊന്നും CPMനോ ഗവൺമെൻറ്റിനോ ഇല്ല. EP ജയരാജന്റെ മേലാവി പരാമർശവും ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. CPIM CPI നേതാക്കൾ പരസ്പരം കുത്തുവാക്കുകളും ആക്ഷേപഹാസ്യവും ഒഴിവാക്കണം. CPMന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും CPIയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയുള്ള പല പദപ്രയോഗങ്ങളുമുണ്ട്. അത്തരം കുത്തുവാക്കുകളും ആക്ഷേപഹാസ്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. സ്വാശ്രയ മാനേജ്മെന്റിനെതിരെ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്തത് പിണറായി വിജയൻ സർക്കാരാണ്. മഹിജയുടെ DGP ഓഫീസിലെ സമരം ഒഴിവാക്കേണ്ടതായിരുന്നു. DGP ഓഫീസിന് മുമ്പിൽ ഒരു സമര പരിപാടി അരങ്ങേറുന്നത്. ആ DGP ഓഫീസിന് മുമ്പിൽ സമരം നടത്താതെ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട ആ കുടുംബത്തിന് എന്തെങ്കിലും ആക്ഷേപങ്ങൾ നിലവിലുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അതിനു പകരം DGP ഓഫീസിൻ്റെ മുമ്പിൽ ഒരു സമരപരിപാടി സംഘടിപ്പിച്ചതോടുകൂടി അതിൻ്റെ ഒരു തലം മാറുകയുണ്ടായി. രമൺ ശ്രീവാസ്തവയെ പോലീസിന്റെ ഉപദേശകനാക്കിയത് ശരിയായ തീരുമാനമാണ്. മൂന്നാറിൽ കഴിഞ്ഞ ദിവസം പൊളിച്ചത് അനധികൃത നിർമ്മാണം തന്നെയാണ്. UAPA കരിനിയമമാണെന്ന് തന്നെയാണ് അന്നും ഇന്നും CPIMന്റെ നിലപാട്. നിലമ്പൂരിൽ വ്യാജ ഏറ്റുമുട്ടലിലൂടെയല്ല മാവോയിസ്റ്റുകളെ കൊന്നത്. വർഗീസിന്റെ കാര്യത്തിൽ സർക്കാർ സത്യവാങ്മൂലം UDFന്റെ കാലത്തേതാണ്. വ്യത്യസ്ത വിഷയങ്ങളിൽ ഭിന്ന നിലപാട് CPIക്കുണ്ടെങ്കിൽ CPIയുമായി ഉഭയകക്ഷി ചർച്ചയോ മുന്നണിയിൽ ചർച്ചയോ ആവാമെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. വിജയരാഘവൻ CPIM, സത്യൻ മൊകേരി CPI, രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ്, ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ വിജയരാഘവൻ, ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ CPIയെ തലോടിക്കൊണ്ട് തല്ലുകയായിരുന്നില്ലേ? നിങ്ങൾ തന്നെ പറയുന്നു മുന്നണിയിൽ ആഭ്യന്തര തർക്കവിതർക്കങ്ങൾ ഉണ്ടായാൽ അത് ശത്രുവർഗം ആയുധമാക്കും എന്ന്.
CPIയുടെ പഴയകാല കോൺഗ്രസ് ബന്ധമടക്കം പരിഹാസ രൂപേണ ചോദിച്ച് CPIM ചെയ്തത് എന്താണ്? അങ്ങനെയൊന്നും ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. അതിൽ CPIM പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മുഖ്യ നേതൃത്വം വഹിക്കുന്ന പാർട്ടിയാണ്. CPI നമ്മുടെ കൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടികളിൽ ഏറ്റവും അടുപ്പമുള്ള പാർട്ടിയാണ്. അതിൻ്റെ നേതാക്കന്മാർ തമ്മിൽ ഈയിടെ വന്ന കുറേ പ്രസ്താവനകൾ, പ്രത്യേകിച്ച് CPI നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്ന ചില പ്രസ്താവനകൾ, അതിനോട് വന്ന ചില പ്രതികരണങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടിയുടെ പൊതുനിലപാടുകളും ഗവൺമെന്റുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിലെടുത്ത വളരെ സുവ്യക്തമായ ധാരണകളും ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുന്നണിക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനുള്ള വഴികൾ നമുക്കുണ്ട്, അത് പരിഹരിക്കാനാകും എന്നത് പരസ്യമായി പറയുന്നത് ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിലുള്ള ആത്മവിശ്വാസത്തെ വളർത്താനും കൂടി സഹായകരമായിരിക്കും. ഈ മുന്നണി നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്നാണ് കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ആ പൊതുസമൂഹത്തിന് ഈ മുന്നണിയെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ ഇടപെടലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് നടത്തിയിട്ടുള്ളത്. ആരെയും തല്ലാനും തലോടാനും അല്ല ഇത്, മറിച്ച് ഈ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിലും സ്വദേശപരമായി കോടിയേരി ബാലകൃഷ്ണൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെയാണ് CPI എടുക്കുന്നത്? ശത്രുവർഗത്തിന് മുതലെടുക്കാനുള്ള സാഹചര്യവും അവസരവും ആരും ഒരുക്കി കൊടുക്കരുത് എന്ന നിലപാട് നിങ്ങൾക്ക് അസ്വീകാര്യമാണോ? ശ്രീ സത്യൻ മൊകേരി. അദ്ദേഹം അത് സംബന്ധമായി പ്രതികരിച്ചിട്ടുണ്ട്. കോടിയേരിയുടെ നിലപാടിനോട് സ്വാഗതം ചെയ്യുന്ന, ആ സമീപനത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനമാണ് CPI സ്വീകരിച്ചിട്ടുള്ളത്. അത് സഖാവ് കാനൻ രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തി സാങ്കേതികമായ തകരാറുകളുണ്ട്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇത് കോടിയേരി ബാലകൃഷ്ണൻ സ്വദേശപരമായി ഇടതുമുന്നണിയിലെ തർക്കം തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി തന്നെ ചില കാര്യങ്ങൾ വിശദീകരിക്കുകയും അതുവഴി ഇടതുമുന്നണിയിൽ ഇപ്പോഴുള്ള ആഭ്യന്തര കാലുഷ്യം ഇല്ലാതാവുകയും ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, എന്തൊക്കെയാണെങ്കിലും കോടിയേരിയുടെ പത്രസമ്മേളനം ശരിക്കും ഒരു പക്വതയുള്ള ഒരു നേതാവിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കിയത്. വളരെ രണ്ട് പാർട്ടികളും തമ്മിൽ ഉണ്ടാകുന്ന സംഘർഷം അതിൽ അയവ് വരുത്താൻ കോടിയേരിയുടെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും കാനത്തിൻ്റെ മറുപടി തന്നെ അത് വെളിവാക്കുന്നുണ്ട്. ഒരു പെട്ടെന്നുണ്ട ഒരു വെടിനിർത്തൽ മാത്രമല്ല, മുന്നണിക്കകത്തൊരു സമാധാനം. ഒരു കാര്യം ഓർക്കണം, രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകാവുന്ന സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളുമാണ് നടന്നത്. ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു. ഒരു പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിളർന്നു. അതിൽ ഒരു പാർട്ടി വലിയ പാർട്ടിയായിപ്പോയി, ഒരു പാർട്ടി ചെറുതുമായിപ്പോയി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും CPIയുടെ ധാരണ അവരുടെ വളർച്ചയെ തടയാൻ CPM ശ്രമിക്കുന്നു. CPMന്റെ ധാരണ CPI അത്രയ്ക്ക് വളരണ്ട, ഇതൊക്കെ നിന്നാൽ മതി, ഇവിടൊക്കെ ഇങ്ങനെ നിന്നാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി. തീർച്ചയായിട്ടും ഈ ചിന്താഗതികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ളത്. റൈറ്റ്. ശ്രീ A. വിജയരാഘവൻ, ഇവിടെ പക്ഷേ CPI അവരുടെ രാഷ്ട്രീയമാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളൊരു ഇടതുപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ എണ്ണി കാര്യങ്ങൾ പറഞ്ഞ് ഇവയിലൊക്കെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് എന്ന് CPI പറയുന്നു. അതിപ്പോൾ കേവലമായി ഒരു ഭരണമുന്നണി എന്നുള്ള നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതിൻ്റെ കുറ്റം പറയുകയല്ലല്ലോ, രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുകയല്ലേ. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാതെ ഞങ്ങൾ ഭരണത്തിലാണ് അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്ന നയം സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ലതില്ലേ. ഇവിടെ സംഭവിച്ചു പറഞ്ഞാൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിർവഹിച്ച കാര്യം എന്താ? നമ്മുടെ ഗവൺമെന്റ് വിവിധ 5-6 വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ, ആ നിലപാടുകൾ മുന്നണി അതുപോലെ തന്നെ നമ്മുടെ പാർട്ടികൾ
അവരുടെ പൊതു നിലപാടുകളാണ് സ്വീകരിച്ചത്. അല്ലാതെ ഗവൺമെന്റിൽ ഇരിക്കുന്ന നേതാക്കളും സഖാക്കളും അവരുടേതായ നിലയിൽ അത് ഏകപക്ഷീയമായി കൈകാര്യം ചെയ്യുന്ന സമീപനമല്ല സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെ കൃത്യതയോടുകൂടി നമ്മുടെ ഗവൺമെന്റിന്റെ നയം, നമ്മുടെ മുന്നണിയുടെയും പാർട്ടിയുടെയും നയങ്ങൾ പ്രാവർത്തികമാക്കുന്ന തരത്തിലാണ് ഇവിടെ കാര്യനിർവഹണം നടന്നിട്ടുള്ളത്. അല്ലാത്ത തരത്തിൽ നമ്മുടെ മുന്നണിയുടെ ശത്രുക്കൾ വിഷയങ്ങളെ വ്യാഖ്യാനിക്കാൻ, ഇത്തരം ചർച്ചകളിലെ കാര്യങ്ങൾ ഇടവരുത്താൻ ഉള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ഒരു അവസരം നൽകാതെ ഈ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും സമീപനങ്ങളും, അത് ഗവൺമെന്റ് എടുത്ത സമീപനവും പാർട്ടികൾ സ്വീകരിച്ച സമീപനവും തമ്മിൽ തർക്കങ്ങളില്ലെന്നും ആരുടെയും ഏകപക്ഷീയതകളല്ല, മറിച്ച് പൊതു തീരുമാനങ്ങളുടെ നടത്തിപ്പാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ പരസ്പര വ്യാഖ്യാനങ്ങൾ, ആശയവിനിമയങ്ങൾക്കിടയിൽ നിന്ന് ബഹുജനങ്ങൾക്കിടയിലേക്ക് തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്താൻ മുന്നണിയുടെ ശത്രുക്കൾക്ക്, പ്രതിപക്ഷത്തിന് ഒക്കെ അവസരം കിട്ടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. അതിന് നല്ല മുൻകൈ ഉണ്ടാവണം. ആ കാര്യത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അതാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നിർവഹിച്ചിട്ടുള്ള കാര്യം. ഇക്കാര്യത്തിൽ ശ്രീ സത്യൻ മൊകേരി, എനിക്ക് അറിയേണ്ടത് CPI 100% പോസിറ്റീവായി തന്നെ ഈ കാര്യങ്ങളെ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു ശത്രുക്കൾ അവസരം പാർത്തിരിക്കുകയാണ്. അങ്ങനെ അവസരം പാർത്തിരിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ ഒരു ആയുധം കൊണ്ടുവച്ചു കൊടുക്കാതിരിക്കാൻ ഇടതുപക്ഷ നേതാക്കൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ CPIക്ക് അതിനോട് പൂർണ്ണമായ യോജിപ്പുണ്ടോ? വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ CPI സംസ്ഥാന സെക്രട്ടറി സഖാവ് കാനം രാജേന്ദ്രൻ ആ പത്രസമ്മേളനത്തിന്റെ സമീപത്തോട് വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങളോട് ആ കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്തിട്ടില്ലേ? ഹലോ, കേൾക്കാം. സ്വാഗതം ചെയ്തിട്ടുണ്ട്. CPI ഉന്നയിച്ച വിഷയങ്ങൾ കഴിഞ്ഞ 13-ാം തീയതി CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന് ഉന്നയിച്ച വിഷയങ്ങൾ, ആ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം തന്നെ ശക്തിപ്പെടുത്തുന്നതിന് ഉതകുന്ന നിർദ്ദേശങ്ങളാണ് നയത്തിൽ നിന്നുള്ള വ്യതിയാനം ഉണ്ടായപ്പോൾ ആ ഉപകാരത്തിൽ കണ്ട് അതിനോട് സഖാവ് കോടിയേരി പ്രതികരിച്ചത് ഓരോന്നായി പ്രതികരിച്ചത്. അതിനകത്ത് മാവോയിസ്റ്റുകളുടെ നിലപാടുകാരാണ് ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത്. അതുപോലെ തന്നെ വിഷ്ണു കേസിൽ DGP ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തെ ന്യായീകരിച്ചു. മറ്റെല്ലാ കാര്യങ്ങളും UAPയുടെ വിഷയത്തിൽ അവര് CPIയുടെ നിലപാടിനോട് ചിന്തിക്കുകയാണ്. UAPയുടെ കേസെടുത്തത് ഗൗരവമായ കാര്യമാണ്. അത് തിരുത്താൻ നേരത്തെ തന്നെ വർഗീസിന്റെ കേസിൽ നൽകിയിട്ടുള്ള അക്രമിക്ക് അത് തെറ്റായി സംഭവിക്കാൻ പാടുള്ളതാണ്. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് നിയമിച്ചിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയ തയ്യാറാക്കി അതേ അക്രമിച്ച് തന്നെ പറയുകയാണ്. അതുപോലെ വിവരാവകാശ നിയമം, വിവരാവകാശ നിയമത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് LDF-നകത്തും കേരളത്തിനകത്തും ചർച്ച ചെയ്യാമെന്നുള്ളത്. മൂന്നാറിന്റെ വിഷയത്തിൽ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയം, മുഖ്യമന്ത്രിയുടെ നയം, LDF-ന്റെ നയം. അതെ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് വേറൊരു ചോദ്യം. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കോടിയേരി ബാലകൃഷ്ണൻ വിശദമായ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. CPIM-ഉം CPI-യും തമ്മിൽ യഥാർത്ഥത്തിൽ ആശയക്കുഴപ്പമോ ആശയ സംഘർഷമോ വേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നു. അതിനെ 100% ഇപ്പോൾ CPI സ്വാഗതം ചെയ്യുമ്പോൾ ഇടതുമുന്നണിയിൽ CPIM-ഉം CPI-യും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വലിയ തോതിൽ ആനുകൂല്യം നേടാം എന്ന പ്രതിപക്ഷ കക്ഷികളുടെ ആ ആഗ്രഹമോ അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ചിന്തയോ ഇല്ലാതായി പോകുന്നുണ്ടോ ഈ പുതിയ സംഭവ വികാസം കൊണ്ട്? മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ നടത്തുന്ന ഈ ചക്ലത്തി പോരാട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന് യാതൊരു താല്പര്യവുമില്ല. കാരണം ഇത് വെറും ഒരു ചക്ലത്തി പോരാട്ടമാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ നയങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും പരിപാടികൾക്കും വിരുദ്ധമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അക്കമിട്ട് അടിവരയിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശ്രീ കാനം രാജേന്ദ്രൻ സൂചിപ്പിച്ചു. ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചത്. പൊതുജന വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് സൂചിപ്പിച്ചത്. സ്വാഭാവികമായി ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും പേരിൽ പൊതുജനങ്ങളിൽ നിന്നുണ്ടാകുന്ന വിരോധം ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാകരുത് എന്നുള്ള തിരിച്ചറിവാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. കാനം രാജേന്ദ്രൻ ഇത് പറയാനിടയാക്കിയത്. കാരണം ഇതൊന്നും ഞങ്ങളുടെ പാർട്ടിയുടെ നയമല്ല, ഇത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയമല്ല,
ഇത് മാർക്സിസ്റ്റ് പാർട്ടി സ്വയം പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് കേരളത്തിലെ പൊതുജന സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ കാനം രാജേന്ദ്രൻ ചില കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞത്. അതിൽ ഓരോന്നായി പരിശോധിച്ചാൽ നമുക്ക് വിവരാവകാശ നിയമത്തെക്കുറിച്ച്, അല്ലെങ്കിൽ UAPയെക്കുറിച്ച്, നിലമ്പൂരിലെ മാവോയിസ്റ്റ് വേട്ടയെക്കുറിച്ച്, DGP ആയിരുന്ന ശ്രീ രമൺ വാസ്തവയെ നിയമിച്ചതിനെ സംബന്ധിച്ച്, മൂന്നാർ കയ്യേറ്റം സംബന്ധിച്ച്, ഇതിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യയുടെ നയമല്ലെന്ന് ശ്രീ കാനം രാജേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ നയം തന്നെയാണെന്നാണ് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിലൊന്നും ഒരു വ്യത്യാസവും വരുത്താൻ പോകുന്നില്ല. ഇത് ഗവൺമെന്റ് എടുത്ത തീരുമാനം ശരിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനം കണ്ട് ആർക്കും അറിയാം, അദ്ദേഹം ഗവൺമെന്റിന് സ്തുതി പാടുകയാണ്. അദ്ദേഹം ഒരു സൈക്കോഫന്റായിട്ടാണ് ഇന്ന് പ്രവർത്തിച്ചത്. ഈ ഗവൺമെന്റിന് വേണ്ടി ഒരു മംഗളഗീതമാണ് അദ്ദേഹം ചൊല്ലിച്ചത്. CPIയുടെ ആരോപണങ്ങൾ മുഴുവൻ അടിസ്ഥാനരഹിതമാണെന്നും ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയതാണ് ഇടതുപക്ഷ മുന്നണിയുടെ നയവും അതുപോലെ പരിപാടിയുമെന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ച് വ്യക്തമാക്കി. അതാണ് ഇന്ന് നടന്ന പത്രസമ്മേളനത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം. മാത്രമല്ല, CPIക്ക് മാനസാന്തരം വന്നതായിട്ടാണ് അതിനുശേഷമുള്ള നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ കോടിയേരി കോടിയേരിയുടെ വാർത്താ സമ്മേളനം അങ്ങ് കഴിയുന്നതോടുകൂടി CPIക്ക് മാനസാന്തരം വരികയാണോ? കോടിയേരി ബാലകൃഷ്ണൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, മൂന്നാറിനെ സംബന്ധിച്ച് LDFനൊരു നയമുണ്ട്, സർക്കാരിനൊരു നയമുണ്ട്, അത് കയ്യേറ്റങ്ങൾക്കെതിരെയാണ്. ആ നയം തന്നെയാണ് CPIയുടേതും. പിന്നെയും ചില കാര്യങ്ങൾ പുറത്തു പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് വരുത്തലാകാം എന്ന്. അപ്പോൾ CPI സമ്മതിക്കുകയാണോ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ? ഞങ്ങൾക്ക് ചില വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ പറഞ്ഞതാണോ? അതൊക്കെ ഉണ്ണിത്താന്റെ ഭാഷയാണത്. ഉണ്ണിത്താന് CPI തർക്കം എപ്പോൾ ഉണ്ടാകണം എന്നുള്ളതാണല്ലോ ഉണ്ണിത്താന്റെ ആവശ്യം. ഈ കാനം രാജേന്ദ്രൻ സഖാവ് കാനം ഉന്നയിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മൂന്നാറിലെ കയ്യേറ്റത്തിന്റെ കാര്യം, UAPയുടെ വിഷയം, വർഗീസിന്റെ വിഷയങ്ങൾ, വിവരാവകാശ കമ്മീഷൻ സംബന്ധമായ കാര്യങ്ങൾ, നിലമ്പൂരിലെ മാവോയിസ്റ്റ് വേട്ട, അതുപോലെ തന്നെ ജിഷ്ണുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGP ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരങ്ങൾ, ഈ വിഷയമാണ് ഉന്നയിച്ചത്. ഇത് ഇടതുപക്ഷത്തിന്റെ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ്. ഇങ്ങനെ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം ദുർബലപ്പെടും. ഇവിടെയുള്ള വലതുപക്ഷ ശക്തികൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കും. അതിന് ഇട നൽകരുത്. അത് വളരെ ഗൗരവമായി എടുക്കണമെന്നുള്ളതാണ് CPIയുടെ നിലപാട്. അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ CPI പ്രതിപക്ഷത്തെ പോലെ സംസാരിക്കുന്നു എന്നൊരു വിമർശനം കോഴിക്കോട് പത്രസമ്മേളനത്തിൽ വെച്ച് സഖാവ് കാരാട്ട് പറഞ്ഞു. ഈ വിഷയങ്ങളാണ് ഞങ്ങളിത് പറയാൻ പ്രേരിപ്പിച്ചത്. അതിനോട് സഖാവ് കോടിയേരി ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ്, ക്രിയാത്മകമായിട്ടാണ്. ആ ക്രിയാത്മകമായ പ്രതികരണത്തെ CPI സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് സഖാവ് കാനം രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. അല്ല, അതിൽ സത്യമുഖേരിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരി, പ്രകാശ് കാരാട്ട് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി പറയുന്നു, സ്വാഭാവികം. ഒരു വിമർശനം പരസ്യമായി ഉന്നയിച്ചാൽ അതിന് പരസ്യമായി മറുപടി പറയണം. പക്ഷേ കാനം രാജേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ സർക്കാരിനെ ആകെ തന്നെ തള്ളിപ്പറഞ്ഞില്ലേ? ജിഷ്ണുവിന്റെ മാതാവിന്റെ സമരം തീർത്തപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തെ മുതലാളിമാരാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഗവൺമെന്റ് ഞങ്ങളുടെ ഉൾപ്പെടെ ഗവൺമെന്റ് LDF ഗവൺമെന്റ് അല്ലേ, ഞങ്ങളുടെ ഗവൺമെന്റ് LDF ഗവൺമെന്റിന്റെ നയത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടായി. ആ വ്യതിയാനങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ആ വ്യതിയാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ്? LDFനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. LDFനെ തകർക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ BJP നടത്തുന്ന ശ്രമങ്ങളെ തടയുന്നതിന് വേണ്ടി നയപരമായി LDFന്റെ സമീപനങ്ങൾ ഉയർത്തിപ്പിടിച്ചതാണ്. അത് LDFനെ ശക്തിപ്പെടുത്താനുള്ളതാണ്. ആ പോയിന്റിൽ നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ A. വിജയരാഘവൻ, അതായത് ഇടതുപക്ഷ നയ നിലപാടുകളിൽ നിന്നുള്ള ഒരു വ്യതിയാനം സംഭവിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന അർത്ഥത്തിൽ ഇടപെട്ടതാണ് CPI. ആ അർത്ഥത്തിൽ ഇടതുമുന്നണിയെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതാണ് അവരിപ്പോഴും പറയുന്നത്. അപ്പോൾ നയവ്യതിയാനം ഉണ്ടായ സമയത്ത് തിരുത്തുക എന്ന രാഷ്ട്രീയ പ്രക്രിയ ഏറ്റെടുക്കുകയായിരുന്നു CPI. അല്ല, ഇതിലിത്രയേ ഉള്ളൂ. ഈ വിവിധങ്ങളായ വിഷയങ്ങളിൽ നമ്മുടെ നിലപാടുകളുണ്ട്. അതൊരു വ്യക്തതയുള്ള നിലപാടുകളാണ്. പ്രതിപക്ഷം പറയുന്നതല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധർ പ്രചരിപ്പിക്കുന്നതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ. ഗവൺമെന്റ് സ്വീകരിച്ച നയങ്ങൾ മുന്നണിയുടെയും പാർട്ടികളുടെയും നയസമീപനത്തിന്റെ പുറത്ത് ഏതെങ്കിലും ഏകാധിപത്യപരമായ രൂപത്തിലുള്ള ഭരണ നിർവഹണമോ നടത്തിപ്പോ അല്ല. വളരെ കൃത്യമായ തരത്തിൽ
നമ്മൾ മുന്നണിയുടെ പൊതു കാഴ്ചപ്പാടിന് അനുയോജ്യമായാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്കിടയിൽ വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഈ മുന്നണി വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. അപ്പോൾ പരസ്പരമുള്ള ചില തർക്കവിതർക്കങ്ങളോ ആശയവിനിമയങ്ങളോ ഉണ്ടാക്കുന്ന അവ്യക്തതകൾ ദൂരീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് കോടിയേരി നിർവഹിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലുമുള്ള മറുപടിയോ ഉത്തരമോ ചോദ്യമോ ഒന്നുമല്ല. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായ സമീപനങ്ങളും നിലപാടുകളുടെ മുന്നണിയുടെ പൊതു നിലപാടുകളാണ്. അതിന്റെ പ്രയോഗങ്ങളെ നടക്കുന്നുള്ളൂ എന്നുള്ള അവിടെയുള്ള ഒരു രാഷ്ട്രീയം. ശ്രീ എ വിജയരാഘവൻ, CPI ഈ വിമർശനം പറയുന്നത് ഞങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷ നിലപാടിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥ ഇടതുപക്ഷ നിലപാടിൽ നിന്ന്, അതായത് ഇടതുപക്ഷ പാർട്ടികളുടെ ദേശീയ നിലപാടിൽ നിന്ന് ഒരു വ്യതിയാനം കേരളത്തിൽ ഭരണകൂടം കൈയാളുന്ന മുന്നണിയിൽ ഉണ്ടായാൽ അതിനെ എതിർക്കുക എന്നുള്ളതും അതിനെ തിരുത്തുക എന്നുള്ളതും അതിനെ ശരിയായ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഞങ്ങളുടെ രാഷ്ട്രീയ ദൗത്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ പരസ്യമായി വിമർശിക്കേണ്ടി വരുന്നു എന്ന സ്റ്റാൻഡിൽ അവർക്ക് മാറ്റമില്ല. അല്ല, CPI ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുമല്ലോ, സ്വാഭാവികമല്ലേ. അഭിപ്രായങ്ങൾ പറയുക എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPI നിർവഹിക്കുകയാണ്. അതിലിപ്പോൾ എന്താ, അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവരുടെ അവകാശം നമുക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയും. ഒരു പാർട്ടിയല്ലേ. അവർ സദുദ്ദേശപരമായിട്ടാണ് ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതെന്നാണ് അതിന്റെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കതിനെ അങ്ങനെ എടുക്കാം. അതോടൊപ്പം തന്നെ ഈ ഓരോ വിഷയത്തിലുമുള്ള നിലപാടുകൾ അത് വളരെ വ്യക്തമാക്കപ്പെട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് അത് പോകേണ്ടതുണ്ട്. ഏത് തരത്തിൽ നിന്ന് വന്നാലും ആശയവിനിമയങ്ങൾക്കിടയിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ശരിയായ നയങ്ങൾ വിസ്മൃതിയിലേക്ക് പോകാൻ പാടില്ല. അത് ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് കരുത്ത് പകരും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളെ കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടും അത് മുന്നണിയുടേതും പാർട്ടികളുടേതുമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുക എന്നത്. ശ്രീ സത്യൻ മൊകേരി, ഇവിടെ CPI എന്തിനായിരുന്നു വിമർശനം ഉയർത്തിയത് എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. ഇവിടെ ശ്രീ എ വിജയരാഘവൻ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒപ്പം കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ സർക്കാർ എടുക്കുന്ന നല്ല നടപടികളെക്കുറിച്ച് ജനങ്ങൾക്കുണ്ടാകുമായിരുന്ന മതിപ്പ് ഇത്തരം വിമർശനങ്ങൾ കൊണ്ട് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് എന്തിന് CPIയുടെ സംഭാവന നൽകി? ഇവിടെ വ്യതിയാനമാണ് പ്രശ്നമെങ്കിൽ CPIയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി അത് പരിഹരിക്കാം. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അത് ചർച്ച നടത്താം. LDF എന്നൊരു മുന്നണി സംവിധാനമുണ്ട്, LDFനകത്തുന്നയിക്കാം. എന്തുകൊണ്ട് ഉഭയകക്ഷി ചർച്ച നടത്തിയോ മുന്നണിക്കകത്തോ പരിഹരിക്കാൻ ശ്രമിക്കാതെ, തിരുത്താൻ ശ്രമിക്കാതെ ഈ നിലപാടുകൾ പരസ്യമായി പറഞ്ഞു? ഇതിനകത്ത് CPI പ്രതിപക്ഷത്തിന്റെ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പരസ്യമായി കോഴിക്കോട് വെച്ച് പ്രകാശ് കാരാട്ട് ഗൗരവമായ വിമർശനം ഉന്നയിച്ചപ്പോഴാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇത് സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് എന്താണ് വിഷയങ്ങളെന്ന് ആക്കമിട്ട് പറഞ്ഞത്. അതിനോട് കോടിയേരി ബാലകൃഷ്ണൻ പോസിറ്റീവായി പ്രതികരിച്ചിട്ട് ഉഭയകക്ഷി ചർച്ചയിലൂടെ, LDFിലെ ചർച്ചയിലൂടെ, സഭയിലെ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാം. CPIയും CPIയും സഹോദര പാർട്ടികളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യം കാത്തുസൂക്ഷിക്കേണ്ടവരാണ്. അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കേണ്ടതാണ്. ആ തരത്തിലുള്ളൊരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാണ് ശരിയായ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ LDFിനകത്ത് നടക്കും, കേബിനറ്റിനകത്ത് നടക്കും, പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ചെയ്യുന്നു. കാരണം LDF ഇന്ന് രൂപപ്പെട്ടത് PKV ഗവൺമെന്റ് രാജിവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത്. LDFന് ഏറ്റവും വില കൊടുത്തൊരു പാർട്ടിയാണ് CPI. അതുകൊണ്ട് LDFന് ഒരു പോർക്കാനും പാടില്ല എന്ന നിർബന്ധമുള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് ജേക്കബ് ജോർജ് ഇതിപ്പോൾ ഈ മൂന്നാർ ഒഴിപ്പിക്കലിന്റെ പശ്ചാത്തലത്തിലോ ജിഷ്ണു സമരത്തിന്റെ പശ്ചാത്തലത്തിലോ ഉണ്ടായ അഭിപ്രായ വ്യത്യാസമല്ല. ഈ സർക്കാരിന്റെ ആദ്യ മാസങ്ങൾ മുതൽ വിവിധ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പ്രകടിപ്പിച്ചിരുന്നു CPI. അവരുടെ മുഖപത്രം ജനയുഗം അതിൻ്റെ മുഖപ്രസംഗത്തിലൂടെയും മുഖലേഖനങ്ങളിലൂടെയും വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചു. ചില CPI നേതാക്കൾ, വിശേഷിച്ച് കാനം രാജേന്ദ്രൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുന്ന നിലയുണ്ടായി. ഒടുവിൽ സർക്കാരിൻ്റെ 1ാം വാർഷികമാകുന്നതിന് ഒരു മാസം മുൻപ് അത് കുറച്ചും കൂടി രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് മാറി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ദിവസം, ഒരു ശനിയാഴ്ച ഞങ്ങൾക്ക് ഇടതുപക്ഷ ഐക്യമാണ് വലുത്, ശത്രുക്കൾ ഇല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കളയും എന്നൊരു തിരിച്ചറിവുണ്ടായി, ഇനി എല്ലാം നേരെയാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതൊരു താൽക്കാലിക വെടിനിർത്തലല്ലേ ആകുന്നുള്ളൂ? ശരിക്കും അഭിലാഷേ, ഇന്ന് കോടിയേരി നടത്തിയ
പത്രസമ്മേളനം നീണ്ട 1.25 മണിക്കൂർ നീണ്ടു നിന്ന ആ പത്രസമ്മേളനം ശരിക്കും എല്ലാ മുന്നണികൾക്കും മുന്നണി നേതാക്കന്മാർക്കും ഒരു പാഠമാവേണ്ടതാണ്, ഒരു ഗുണപാഠമാവേണ്ടതാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു നോക്കിയാൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി പരാജയപ്പെടുന്നുവെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ, ഭരിച്ചുകൊണ്ടിരുന്ന എല്ലാ മുന്നണികളും പരാജയപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം മാത്രം നല്ല കാര്യങ്ങൾ ചെയ്യാഞ്ഞിട്ടല്ല, മുന്നണിയിലെ പടലപ്പിണക്കങ്ങൾ തന്നെയാണ് കാരണം. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കരുണാകരനെതിരെ ആന്റണി പക്ഷം കെ കരുണാകരൻ രാജ്യദ്രോഹിയാണെന്ന് വരെ പറഞ്ഞു. പ്രതിപക്ഷമല്ല പറഞ്ഞത്, കോൺഗ്രസ്സുകാരാ പറഞ്ഞത്. LDF ഇടതുമുന്നണിക്കകത്ത് എല്ലാ EMS ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, നാനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുന്നണിക്കകത്തെ പടലപ്പിണക്കങ്ങളാണ് അവസാനം തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുന്നത്. ജനങ്ങൾ വിധി എഴുതുന്നത് അത് വെച്ചിട്ടാണ്. ഏറ്റവും ഒടുവിലത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലം VM സുധീരൻ പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ ആളായിട്ടാണ് ഉമ്മൻചാണ്ടിയെ നേരിട്ട് ആക്രമിച്ചത്, UDFനെ ആക്രമിച്ചത്, ഭരണരീതിയെ അതിക്രമിച്ചത്, മന്ത്രിസഭ തീരുമാനങ്ങളെ എതിർത്തത്. അവസാനം മുന്നണി പൊട്ടി. അതുകൊണ്ട് എല്ലാ മുന്നണികളും ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ആ മുന്നണിയിലെ പടലപ്പിണക്കങ്ങളാണ്. ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ അക്കൗണ്ടിൽ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ജനങ്ങൾ വിധി എഴുതും. മുന്നണി എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല, അതിൻ്റെ അകത്തെ പഠനപ്പിണക്കൽ കണ്ടിട്ട് തന്നെയായിരിക്കും അവർ വിധി എഴുതുക. ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ആ ഒരു തിരിച്ചറിവ് 1ാം വാർഷികത്തിന് തൊട്ട് മുൻപെങ്കിലും ഈ സർക്കാരിന് ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ഈ മുന്നണിക്ക് ഉണ്ടാകുന്നതാണ് എന്ന് നമുക്ക് കരുതാമല്ലോ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഉദാഹരണം പോലെ UDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് KPCC അധ്യക്ഷൻ തന്നെ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാനാകില്ല എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പ്രതിപക്ഷ നേതാവ് പറയുന്നതിൻ്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആണ്. സമാനമായ വിധത്തിൽ ഈ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി രൂക്ഷമായ ഒരു അഭിപ്രായ വ്യത്യാസം ഉന്നയിച്ചാൽ, ഒരു വിമർശനം ഉന്നയിച്ചാൽ ജനങ്ങളുടെ മുൻപിൽ അത് കൂടുതൽ ക്രെഡിബിൾ ആകും. കൂടെയുള്ളവർ തന്നെ ഇത് പറയുന്നല്ലോ എന്നുള്ള നിലയിൽ അത് കൂടുതൽ വിശ്വാസയോഗ്യമാകും, വലിയ ഡാമേജ് ഉണ്ടാക്കും. ആ ഒരു തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും ഇടതു മുന്നണിക്ക് ഉണ്ടായി എന്നുള്ളതാണോ ഇതിൽ കാണേണ്ടത്? കോടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് UDFനോ കോൺഗ്രസിനോ എന്തെങ്കിലും ഗുണപാഠമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഗുണപാഠമുണ്ടെന്നൊക്കെ പറയുന്ന വെറും മൗഢ്യം മാത്രമാണ്. ഈ എന്തെങ്കിലും ഗുണപാഠമുണ്ടെങ്കിൽ ആ ഗുണപാഠം സ്വന്തം പ്രവൃത്തി പദത്തിൽ സ്വീകരിക്കേണ്ടിയിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ രോഗികളെ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരു ഡോക്ടർ, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആണ്, അതുകൊണ്ട് സിഗരറ്റ് വലി നിർത്തണം. മദ്യപിച്ച് മതോന്മത്തനായി ഒരു ഡോക്ടർ പറയുകയാണ് വെള്ളവടി വളരെ അപകടമാണ്, ലിവർ നശിച്ചു പോവും. ആദ്യം ഡോക്ടർ വെള്ളവടി നിർത്തിയിട്ട് വേണ്ടേ രോഗിയെ ഉപദേശിക്കാൻ? ആദ്യം സിഗരറ്റ് വലി നിർത്തിയിട്ട് വേണ്ടേ രോഗിയെ ഉപദേശിക്കാൻ? ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി നയിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ജനവിരുദ്ധമായി പ്രവർത്തിക്കുന്നു, ജനപക്ഷത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അത് ചൂണ്ടിക്കാണിച്ചതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത തെറ്റ്. അത് തന്നെയാണ് ശ്രീ VM സുധീരൻ ചെയ്ത തെറ്റും. അദ്ദേഹം ജനങ്ങളോടൊപ്പം നിന്നു. ജനവിരുദ്ധ നയങ്ങൾ എടുത്തപ്പോൾ അത് ജനവിരുദ്ധ നയമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം, ആർജവം അദ്ദേഹം കാണിച്ചു. അവരൊക്കെ ജനപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, അല്ലാതെ ഭരണമിരിക്കുമ്പോൾ ഭരണത്തിൻ്റെ ശീതള ഛായയിൽ ആ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന സുഖലോലുപന്മാർക്ക് ആർക്കും ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ഭരണത്തിൻ്റെ സുഖലോലുപത അനുഭവിക്കാത്ത ജനപക്ഷ രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും അത് പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും കാണും. അതിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് ശ്രീ VM സുധീരൻ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് തന്നെയാണ് പിന്നീടുള്ള ജനവിധി മനസ്സിലാക്കുന്നത്. ഇവിടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തിരുത്താൻ, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് തിരുത്താൻ, പാർട്ടിയെ തിരുത്താൻ CPI ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതെന്തിനാ പറഞ്ഞത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്താനല്ല, ശക്തിപ്പെടുത്താനാണ്. പക്ഷേ അതാണ് താങ്കളുടെ പോയിന്റ്. ശ്രീ സത്യൻ ബൊഗേരി, ഇപ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ അഭിപ്രായ പ്രകടനങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്യുമ്പോൾ നേരത്തെ നിങ്ങൾ ഉന്നയിച്ച വിമർശനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിലൊക്കെ CPIM അവരുടെ നിലപാട് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നിലമ്പൂരിലുണ്ടായ സംഭവം അതൊരു വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് നമ്മുടെ മുൻപിൽ അന്വേഷണ റിപ്പോർട്ടുകളൊന്നുമില്ല. വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് ആരോപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അവിടെ CPIയുടെ സെക്രട്ടറി വ്യാജ ഏറ്റുമുട്ടൽ എന്ന വാക്ക് ഉപയോഗിച്ചു. ഒന്നാമത്തെ കാര്യം. 2, UAPA ചുമത്തിയിട്ടുണ്ടെങ്കിൽ ആ എല്ലാ കേസുകളും ഓരോന്നോരോന്നായി പരിശോധിക്കാൻ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. UAPA ചുമത്തൽ വിവേചനരഹിതമായി ചുമത്തൽ ഈ സർക്കാരിൻ്റെ നയമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ എങ്ങനെ സർക്കാരിനെ UAPAയുടെ പേരിൽ വിമർശിക്കാൻ കഴിയും? മൂന്നാമത്തെ വിഷയം, ഇവിടെ മൂന്നാറിൻ്റെ കാര്യത്തിൽ
CPM-ഉം CPI-യും ഉൾക്കൊള്ളുന്ന മന്ത്രിസഭയ്ക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, അത് കയ്യേറ്റം ഒഴിപ്പിക്കലാണ്. കഴിഞ്ഞ ദിവസവും അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കണം എന്ന നിലപാടിലാണ് CPIM ഉണ്ടായിരുന്നത് എന്ന് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഉന്നയിച്ച എല്ലാ വിഷയങ്ങൾക്കും തൃപ്തികരമായി മറുപടി പറഞ്ഞു പോയ സാഹചര്യത്തിൽ ആ ഉന്നയിച്ച ആക്ഷേപങ്ങളൊക്കെ പിൻവലിക്കുമോ? ശ്രീ സത്യൻ മൊകേരി, അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടായിരിക്കുന്നു. ശ്രീ എ വിജയരാഘവൻ, CPIM അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ കുറേ കാര്യങ്ങളിൽ CPIM-ൻ്റെ നിലപാട് വ്യക്തമാക്കി. അതായത് CPI വിമർശനം ഉന്നയിച്ച കാര്യങ്ങളിൽ CPIM-ൻ്റെ നിലപാട് വ്യക്തമാക്കി. അങ്ങനെ വ്യക്തമാക്കിയതുകൊണ്ട് അതിന് അനുഗുണമായ സമീപനം ഇനി CPIM സ്വീകരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ CPM നേതാക്കൾ തമ്മിലുള്ള ഒരു പരസ്പര ഭിന്നത വർദ്ധിപ്പിക്കുക എന്നതല്ല ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിലൂടെ സഖാവ് കോടിയേരി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞെന്താ, രണ്ട് പാർട്ടികളാണ് CPI-യും CPM-ഉം. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഭിന്നാഭിപ്രായങ്ങൾ വരെ ഉണ്ടാവാം. അങ്ങനത്തെ ഏത് അഭിപ്രായവും എപ്പോഴും രണ്ട് പാർട്ടികളും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകളിലൂടെ, മുന്നണിക്കകത്തുള്ള ചർച്ചകളിലൂടെ നമുക്ക് പരിഹരിക്കാനാവും എന്ന വിശ്വാസമാണ് സഖാവ് കോടിയേരി ഒരു ഭാഗത്ത് വ്യക്തമാക്കിയത്. രണ്ടാമതൊരു ഭാഗത്ത് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് വളരെ കൃത്യമായി ഈ നിലപാടുകൾ ജനങ്ങളുമായി ബന്ധപ്പെടുത്തി വന്ന ആശയവിനിമയങ്ങൾ ജനങ്ങൾക്കിടയിൽ നമ്മുടെ മുന്നണിയെക്കുറിച്ച് മതിപ്പ് കുറയ്ക്കും. അതുകൊണ്ട് ഈ ഓരോ കാര്യത്തെ സംബന്ധിച്ചുമുള്ള പൊതു നിലപാടുകൾ വ്യക്തമാക്കപ്പെടുന്നതോടുകൂടി ഇതിൽ എന്താണ് നമ്മുടെ മുന്നണിയുടെ നിലപാട്, എന്താണ് പാർട്ടിയുടെ നിലപാട്, ഗവൺമെന്റിന്റെ നിലപാട്, ഇതൊന്നും തമ്മിൽ അവ്യക്തതകളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. സത്യൻ മൊകേരി, ഞാൻ താങ്കളോട് ചോദിക്കാൻ ശ്രമിച്ച ചോദ്യം, നേരത്തെ താങ്കളുടെ ഫോൺ കട്ടായിരുന്നു. ഇവിടെ CPI അക്കമിട്ട് ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങളിലൊക്കെ ഇന്ന് CPIM-ന്റെ സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി കേട്ടിട്ടുണ്ടാകുമല്ലോ. ഏത് വിഷയമെടുക്കൂ, UAPA സംബന്ധിച്ചാണ് ആക്ഷേപമെങ്കിൽ വിവേചനരഹിതമായി UAPA ചുമത്തണമെന്ന നിലപാട് ഈ സർക്കാരിനില്ല. UAPA ചുമത്തിയ കേസുകളിൽ ഓരോ കേസും പുനഃപരിശോധിക്കാൻ DGP-യോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി. മൂന്നാറിൻ്റെ കാര്യത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. ഏറ്റവും ഒടുവിൽ അവിടെ സബ് കളക്ടർ ഇടപെട്ട് നടത്തിയ സംഭവത്തിലും അത് കയ്യേറ്റമാണെന്നും ആ കയ്യേറ്റം ഒഴിപ്പിക്കണം എന്നുള്ളതുമാണ് CPIM-ന്റെ നിലപാട്. വർഗീസ് അഫിഡവിറ്റ് കൊടുക്കുന്നത് കഴിഞ്ഞ സർക്കാർ വെച്ച അഭിഭാഷകനാണെന്ന് വിശദീകരിക്കുന്നത് CPI-ക്കും അറിയാം. ആ അഫിഡവിറ്റ് നിലനിൽക്കരുത്, ആ അഫിഡവിറ്റ് തിരുത്തണം എന്നുള്ളതാണ് CPIM-ന്റെ നിലപാട്. ഞാൻ വ്യാജ ഏറ്റുമുട്ടലിനെ കുറിച്ച് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഉയർന്നു വന്നിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഇക്കാര്യത്തിൽ വിശദീകരണം വന്നിട്ടുണ്ട്. അങ്ങനെ വിശദീകരണം വന്ന നിലയിൽ ആ ആരോപണങ്ങളും ആക്ഷേപങ്ങളും പിൻവലിക്കുമോ നിങ്ങൾ? UAPA വിഷയത്തില് അത് UAPA ദേശീയ ചാർട്ടറിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് നയവുണ്ട്. CPM UAPA-യോട് വിയോജിക്കുകയാണ്. UAPA ചുമത്തിയത് ശരിയാണ്. ഇവിടെ LDF-ന്റെ ഭരണം വന്നതിന് ശേഷം UAPA ചുമത്തപ്പെട്ട കേസുകളുണ്ട്. അത്തരം വിഷയങ്ങളാണ് CPM ഉന്നയിച്ചത്. അത് ശരിയല്ലെന്ന് CPM പറയുന്നു, സ്വാഗതാർഹം. അതുപോലെ തന്നെ വർഗീസ് കേസിൽ അഫിഡവിറ്റ് കൊടുത്തത് പഴയ പബ്ലിക് പ്രോസിക്യൂട്ടർ തയ്യാറാക്കിയ അഫിഡവിറ്റാണ് ഫയൽ ചെയ്തത്. അത് പെശക് പറ്റിയതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഗതാർഹമായ കാര്യം. മൂന്നാർ വിഷയത്തില് LDF-ന്റെ നയം, പിണറായിയുടെ നയം, CPI-യുടെ നയം, CPM-ന്റെ നയങ്ങളെല്ലാം കയ്യേറ്റത്തിനെതിരാണ്. ആ കയ്യേറ്റത്തിനെതിരായ നിലപാട് കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിച്ചു. അന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ മൂന്നാറിലുണ്ടായ കയ്യേറ്റവും അവിടുത്തെ സബ് കളക്ടർക്ക് എതിരെ ഉണ്ടായിട്ടുള്ള കയ്യേറ്റങ്ങളോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തലുകളോ ശരിയല്ല എന്ന് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്വാഗതമായ നിലപാടാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ CPI-ക്ക് വിമർശനം ഉന്നയിക്കുന്ന സ്പേസ് എവിടെയാണ്? CPI-ക്ക് വിമർശനം ഉന്നയിക്കാനുള്ള സ്പേസ് എവിടെയാണ്? ഇതിപ്പോ കാനം രാജേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷം CPIM എടുത്ത നിലപാടല്ല ഇത്. UAPA സംബന്ധിച്ചായാലും, ഏറ്റുമുട്ടൽ സംബന്ധിച്ചായാലും, മൂന്നാർ സംബന്ധിച്ചായാലും, വർഗീസ് കേസിലെ അഫിഡവിറ്റ് സംബന്ധിച്ചായാലും ഇത് കാനം രാജേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷം CPIM എടുത്ത നിലപാടല്ല, നേരത്തെ തന്നെ അവർക്കുള്ള നിലപാടാണ്. അപ്പോൾ നേരത്തെ തന്നെയുള്ള നിലപാടുകൾ നിങ്ങൾക്ക് സ്വാഗതാർഹമാണ് എന്നിരിക്കെ വിമർശിച്ചത് എന്തടിസ്ഥാനത്തിലായിരുന്നു? ആ വിമർശനം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന നിലയിൽ അത് പിൻവലിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഗവൺമെന്റ് എടുത്ത നിലപാടിനെയാണ് വിമർശിച്ചത്, CPM-ന്റെ നിലപാടിനല്ല. CPM-ന്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയും നിലപാട് ഇങ്ങനെ ആയിരിക്കെ UAPA-യുടെ വിഷയത്തിൽ ഗവൺമെന്റ് എടുത്ത നിലപാട്, വർഗീസിന്റെ വിഷയത്തിൽ ഗവൺമെന്റ് എടുത്ത നിലപാട്, ഇത്തരം വിഷയങ്ങളാണ് ഈ വിവരാവകാശ കമ്മീഷന്റെ വിഷയത്തിൽ ഗവൺമെന്റ് എടുത്ത നിലപാട്. ആ ഗവൺമെന്റ് എടുത്ത നിലപാടുകളെയാണ് വിമർശിച്ചത്. അല്ല, ആ ഗവൺമെന്റ് എടുത്ത നിലപാടുകളാണ് വിശദീകരിക്കപ്പെട്ടത്. ഗവൺമെന്റ് എടുത്ത നിലപാടുകളാണ് വിശദീകരിക്കപ്പെട്ടത്. അതായത് UAPA കേസുകളിൽ ഒരു റീലുക്ക് വേണമെന്ന് DGP-യോട് ആവശ്യപ്പെട്ടത് ഗവൺമെന്റാണ്. അറസ്റ്റ് ഉണ്ടായി.
അറസ്റ്റ് ഉണ്ടായി, അതിനെ അന്ന് ഞങ്ങൾ വിമർശിച്ചു. അറസ്റ്റ് ഉണ്ടായി. അത്തരം വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഇന്ന് സഖാവ് കോടിയേരി പറഞ്ഞത് വിഷയങ്ങളെല്ലാം ക്യാബിനറ്റിനകത്തും LDF-ലും ചർച്ച ചെയ്യാം, പരിഹരിച്ച് മുന്നോട്ട് പോകണം, സഹോദര പാർട്ടികൾ എന്ന നിലയ്ക്ക് ഒരുമിച്ച് നിൽക്കണം, LDF ശക്തിപ്പെടുത്തണമെന്ന നിർദ്ദേശം പൊളിറ്റിക്കലായി ഇപ്പോൾ നിർദ്ദേശം ഉണ്ടായതല്ല. ഒരു സെക്കൻഡ് കേൾക്കൂ. പൊളിറ്റിക്കലായി ഇപ്പോൾ നിർദ്ദേശം ഉണ്ടായതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ UAPയെ സംബന്ധിച്ച് എല്ലാ കേസുകളും പുനഃപരിശോധിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തത് പാർട്ടിയല്ല, സർക്കാരാണ്. അത് മാസങ്ങൾക്ക് മുൻപാണ്. മൂന്നാർ സംബന്ധിച്ച് കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. അതാണ് സർക്കാരിന്റെ നിലപാട്. വിവരാവകാശ നിയമം സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാട് നേരത്തെ വിശദീകരിക്കപ്പെട്ടു. ഇതൊക്കെ സർക്കാരിന്റെ നിലപാടുകളാണ്. സന്ദർഭത്തിലാണ് CPI വിമർശിച്ചത്. അല്ല, ഇതെല്ലാം സർക്കാരിന്റെ നിലപാടുകളാണ്. സ്വാഗതാർഹമാണല്ലോ. അല്ല, അപ്പൊ സ്വാഗതാർഹമായ ഒരു കാര്യത്തെ എന്തിനാണ് വിമർശിച്ചത് 2 ദിവസം മുൻപ്? ആ നിലപാടുണ്ടായപ്പോൾ, ഗവൺമെന്റിന് ആ നിലപാടുണ്ടായപ്പോൾ, എവിടെയും ആലോചന ഇല്ലാതെ ആ നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ സർക്കാരിന്റെയും നിലപാടുകളാണെന്നിരിക്കെ പിന്നെ എന്തിനാണ് വിമർശിച്ചത് 2 ദിവസം മുൻപ്? സർക്കാരിന്റെ നിലപാടുകൾ വിമർശിക്കാനുള്ള ബാധ്യതയുണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങളിലൊക്കെ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോ ആ വ്യക്തതയില്ലല്ലോ. എവിടെയാണ് വ്യക്തത കുറവ്? ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം നിലപാടുകൾ സ്വീകരിച്ചത്? ഒരിക്കലും അത്തരം ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താൻ നമുക്ക് കഴിയണം. അത്തരം ഉദ്യോഗസ്ഥന്മാരെ അഴിഞ്ഞാടാൻ അനുവദിക്കരുത്. നമുക്ക് ദോഷം ചെയ്യും. അല്ല, അങ്ങനെ ശ്രീ സത്യൻ മൊകേരി ഇപ്പോൾ ഏത് കാര്യത്തിലാകട്ടെ, ഇപ്പോൾ വർഗീസ് കേസിലെ അഫിഡവിറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ പ്രോസിക്യൂട്ടർമാരെ വെക്കുന്നതിന് മുൻപ് ജൂലൈ മാസം, അതായത് UDF സർക്കാർ അധികാരം ഒഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ കഴിഞ്ഞ സർക്കാർ വെച്ച അഭിഭാഷകൻ കൊടുത്ത അഫിഡവിറ്റാണ്. ഈ സർക്കാരിന്റെ കാലത്താണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്. അത് പരിശോധിച്ച് തിരുത്താനുള്ള നടപടി ഈ സർക്കാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കാര്യം പറഞ്ഞ് വിമർശിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുപോലെ ഇനിയിപ്പം കൂടുതൽ ചർച്ച നമ്മൾ തമ്മിൽ ആവശ്യമില്ല. LDF-ലെ പാർട്ടികൾ എന്ന നിലയ്ക്ക്, LDF എന്ന നിലയ്ക്ക്, സഹോദര പാർട്ടികൾ എന്ന നിലയ്ക്ക് അതാണ്. അപ്പൊ CPIക്ക് ഇത് അറിയാത്തതല്ലോ. CPIക്ക് സർക്കാരിന്റെ നിലപാട് ഇതാണെന്ന് അറിയാത്തതല്ലോ. പിന്നെ എന്തിനാണ് സർക്കാരിനെ വിമർശിക്കുന്നത്? അത് ഗ്യാലറിക്ക് വേണ്ടി കളിക്കലല്ലേ? ഈ സർക്കാർ എടുത്ത നിലപാടായതുകൊണ്ട് അതിനെ വിമർശിക്കുന്നു. അത്ര തന്നെ. സർക്കാർ ഈ നിലപാടെടുത്തുകൊണ്ടാണ് വിമർശിക്കുന്നത്. വർഗീസിന്റെ വിഷയത്തിൽ അഫിഡവിറ്റ് കൊടുത്തു, ഫയൽ ചെയ്തു. അത് സർക്കാർ എടുത്ത നിലപാടാണ്, അതുകൊണ്ട് വിമർശിക്കുന്നു. അല്ല, എപ്പോൾ ഫയൽ ചെയ്തു? കേസുണ്ടായി, അതിനെ വിമർശിക്കുന്നു. എപ്പോൾ ഫയൽ ചെയ്തു? ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം. ഈ ഗവൺമെന്റ് വന്ന് 2 മാസത്തിനുള്ളിൽ. പക്ഷേ അത് പഴയ സർക്കാരിന്റെ അഭിഭാഷകനായിരുന്നു എന്നും ഈ സർക്കാർ ആ നിലപാട് തിരുത്താൻ സന്നദ്ധമാണ്, അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് അറിഞ്ഞതിന് ശേഷവും വിമർശിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരൊക്കെ പരിശോധിച്ചിട്ട് കൊടുക്കേണ്ടത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എഴുതി വെച്ചത് കൊടുക്കാനല്ലോ ഈ ഗവൺമെന്റ്. അല്ല, അത് സംബന്ധിച്ച വാർത്ത വന്നതിനെ തുടർന്ന് സർക്കാർ ഈ കാര്യത്തിൽ ഒരു പുനഃപരിശോധന നടത്തി അഫിഡവിറ്റ് തിരുത്താൻ നിർദ്ദേശം കൊടുത്തതിന് ശേഷം ഈ 2 ദിവസം മുൻപ് എന്തിനാണ് വിമർശിക്കുന്നതെന്നാണ് എനിക്കറിയാത്തത്. അഫിഡവിറ്റ് കൊടുത്തത് വലിയ തെറ്റല്ലേ? അതിനെ വിമർശിച്ചു. ഇപ്പം തിരുത്താൻ തയ്യാറായത് അഫിഡവിറ്റ് കൊടുത്തത് രാഷ്ട്രീയമായ ഒരു തെറ്റാണോ, അത് സാങ്കേതികമായ ഒരു തെറ്റാണെന്ന് പറയാം. ആ തെറ്റ് എന്താണെന്ന് മനസ്സിലായ ഉടൻ തിരുത്താൻ സന്നദ്ധമായ പിന്നെ അവിടെ എവിടെയാണ് വിമർശനത്തിന്റെ സ്പേസ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പോകണല്ലോ. ഈ ചർച്ച ചെയ്യുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും. ഈ ഗവൺമെന്റിനെ നേരെ ചൊവ്വേ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, ഈ ഗവൺമെന്റ് നേരെ ചൊവ്വേ പോകാത്ത സാഹചര്യത്തിലല്ലേ ഗവൺമെന്റിനെ നേരെ ചൊവ്വേ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അതെ, അങ്ങനെ നേരെ ചൊവ്വേ മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം ഏതാണ് ഈ വിഷയങ്ങളിൽ? ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിച്ചല്ലോ. ഈ വിഷയങ്ങളെല്ലാം തന്നെ DGP ഓഫീസിന്റെ മുമ്പിൽ ഒരു 10-16 പേര് നടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങൾ അത് കേരളത്തിന് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. അല്ല, അതായിരുന്നില്ലല്ലോ നിങ്ങളുടെ വിമർശനത്തിന്റെ ഫോക്കസ്. അതെ, അത്തരം വിഷയങ്ങൾ കേരളത്തിൽ ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത് CPM അത് ശരിയായ നിലപാടാണെന്ന് പറയുന്നു. ചർച്ച ചെയ്യണത് ചില പാർട്ടികൾ ഞങ്ങൾക്ക് 2 വ്യത്യസ്തമായ നിലപാട് ചില വിഷയത്തിലുണ്ടാകാം. ആ വ്യത്യസ്തമായ നിലപാടുകൾ ഉള്ളപ്പോഴും LDF-നെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ എങ്ങനെയാണ് LDF-നെ ശക്തിപ്പെടുത്തുക? ശ്രീ സത്യൻ മൊകേരി, നിലമ്പൂരിലൊരു സംഭവം ഉണ്ടായി. അത് സംബന്ധിച്ച് അന്വേഷണം, മജിസ്ട്രേറ്റിയൽ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് വന്നാലല്ലേ നമുക്കത് ഏറ്റുമുട്ടലാണോ വ്യാജ ഏറ്റുമുട്ടലാണോ എന്ന് അറിയാൻ സാധിക്കും. അതേക്കുറിച്ച് രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കാം. പക്ഷേ അത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ഖണ്ഡിതമായി ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അതിന് വസ്തുതകളുടെ പിൻബലം വേണ്ടേ? മാവോയിസ്റ്റുകൾക്കെതിരായി നടക്കുന്ന എല്ലാ ആക്രമണങ്ങളും വന്നു കഴിഞ്ഞാൽ ഇത്തരം ന്യായീകരണങ്ങളാണ് പറയുന്നത്. LDF ഗവൺമെന്റിന് ഭൂഷണമല്ല എന്ന ഒരു സമീപനമാണ് CPIക്കുള്ളത്. അതിന് ഞങ്ങളും അവരും തമ്മിൽ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോൾ തന്നെ യോജിക്കാവുന്ന മേഖലകളെല്ലാം യോജിക്കും. അല്ല, ഇതിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഏത് തലത്തിൽ എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നില്ല. സർക്കാർ ഇക്കാര്യത്തിൽ
വിമർശിക്കത്തക്കതായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വിമർശിക്കണം. വിമർശിക്കത്തക്കതായ നിലപാട് ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യങ്ങളിൽ എവിടെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? ജിഷ്ണു DGP ഓഫീസിന് മുമ്പിലുള്ള ആ സമരം അതിന്റെ വിഷയത്തിലാണ്. മറ്റെല്ലാ കാര്യങ്ങളിലും അത് എഗ്രി ചെയ്തിട്ടുണ്ട്. ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യാൻ തുറന്നു കൊണ്ടോട്ടോ. അല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടു. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ നിലപാട് അവർ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് അല്ല, ഞാൻ ചോദിക്കുന്നത് ആ നിലപാട് ഇപ്പോ പെട്ടെന്ന് ഇന്ന് ഉച്ചയ്ക്ക് കോടിയേരി ബാലകൃഷ്ണന് തോന്നിയ നിലപാടല്ലല്ലോ, മുൻപേ ഉള്ള നിലപാടാണത്. കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ പറയുന്നത് ആ നിലപാട് അവരുടെ നിലപാട്. അതിനു മുൻപ് സർക്കാർ പറഞ്ഞിട്ടില്ലേ? മൂന്നാറിനെ സംബന്ധിക്കുന്ന നിലപാട് കഴിഞ്ഞ മാസം 27-ാം തീയതി ഒരു യോഗം വിളിച്ച് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചിട്ടുള്ളതാണ്. CPIക്ക് അത് അറിയില്ലേ? CPIയുടെ മന്ത്രിമാരില്ലേ ക്യാബിനറ്റിൽ? കുറിച്ച് കാനം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. കാനം അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ മൂന്നാറിലെ വിഷയത്തിൽ CPIM-ഉമായിട്ടോ ഗവൺമെന്റുമായിട്ടോ മുഖ്യമന്ത്രിയുമായിട്ടോ ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് മാത്രമല്ല, മൂന്നാർ വിഷയത്തിൽ കയ്യേറ്റത്തെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്, മുഖ്യമന്ത്രിയുടെ നിലപാട്. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പങ്കെടുത്ത് കൂടിയ ഉദ്യോഗസ്ഥ നിലവാര യോഗത്തിൽ മുഖ്യമന്ത്രി അത് വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, അതിലൊക്കെ ഞങ്ങളുടേതാണ് ശരിയായ നിലപാട് എന്നൊരു ലാഞ്ചന ഉണ്ടായിരുന്നു. ഒറ്റ ഒരു വാചകത്തിൽ ശരി വിമർശിച്ചു എന്ന് പറയാനില്ല എന്ന് വേണമെങ്കിൽ പറയാമെന്നേ. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ ഐക്യമുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വരുത്തണ്ട. അല്ല, മൂന്നാറിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തോ വ്യത്യസ്തമായ നിലപാട് ഇക്കാര്യത്തിലൊക്കെ ഉള്ളവരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടോ? വരുത്തി തീർക്കാനല്ല, ഉള്ള ഞങ്ങളുടെ നിലപാട് കൃത്യമായി പറയുകയാണ്. 1, 2, 3, 4 നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ശരി, ദയവായി തുടരണം. പക്ഷേ വിജയരാഘവൻ ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഉച്ചയ്ക്ക് പറഞ്ഞത് CPIയുടെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ CPIM ആലോചിച്ചെടുത്ത നിലപാടാണോ അതോ നേരത്തെ തന്നെ ഉള്ള നിലപാടാണോ? അല്ല, ഇത് നമ്മളെ ഗവൺമെന്റിന്റെ പൊതു നിലപാടുകളാണ്. നമ്മൾ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന ഏത് കാര്യവും ഇത്തരം കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റ് അതിന്റെ ഒരു മുന്നണിയുടെ പൊതു നിലപാടുകളാണ് ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാർ വിഷയമായാലും പോലീസ് നയമായാലും വിദ്യാഭ്യാസ നയമായാലും ഏത് കാര്യത്തിലും ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് മുന്നണിയിലെ അംഗങ്ങളായ പാർട്ടികളുടെയും പൊതു നിലപാടിന് അനുസൃതമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഗവൺമെന്റിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തികൾ സ്വാഭാവികമായും ചെറിയ അപസ്വരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗവൺമെന്റും പാർട്ടിയും അല്ലെങ്കിൽ ഗവൺമെന്റും മുന്നണിയും തമ്മിൽ ഉള്ള തർക്കങ്ങൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തും. പിന്നെ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ പരസ്പര ആശയവിനിമയങ്ങളിലെ അവ്യക്തതകൾ ആകെ പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുന്നിൽ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണകളുടെ അഭാവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കോടിയേരി ചെയ്തെന്താ, ഈ ഓരോ വിഷയത്തിലുമുള്ള നിലപാടുകൾ വ്യക്തമാക്കണം. നിലപാടുകൾ വ്യക്തമാക്കുക എന്നുള്ളത് ഇന്ന് അനിവാര്യമാണ്. ആ നിലപാടുകൾ വ്യക്തമാക്കിയതിനു ശേഷം മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ അതുപോലെ തന്നെ CPIയുമായും നമുക്ക് ചർച്ചയാവാം എന്ന കാര്യം കൂടി വെച്ചു പോകുന്നു. കാരണം നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കലാണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രതീക്ഷയ്ക്കനുസരിച്ച് ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിന്റെ ഉത്തരവാദിത്വ നിർവഹണമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് നമ്മളിവിടെ ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെ ആരുടെയും മേൽ വിജയം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ ശ്രീ ജേക്കബ് ജോർജ്, ഈ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ നിലമ്പൂർ കൊലപാതകം, UAPA, മൂന്നാർ ഒഴിപ്പിക്കൽ, വിവരാവകാശ നിയമം, ഏറ്റവും ഒടുവിൽ ജിഷ്ണു സംഭവം, ഇതിലൊക്കെ CPI ഉയർത്തിയ എതിർപ്പ് മെറിറ്റുള്ള, ഈ സർക്കാരിന് തെറ്റിപ്പോയി എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുള്ള എതിർപ്പുകളാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിനെക്കാട്ടിലും പ്രധാനമാണല്ലോ രമൺ ശ്രീവാസ്തവയുടെ കാര്യം. രമൺ ശ്രീവാസ്തവയെ DGP ആക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഉമ്മൻചാണ്ടി വ്യക്തിപരമായിട്ട് ഇടപെട്ടിട്ടാണ്. ആ സമയത്ത് ലീഗ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിലുണ്ടായിരുന്നു. ലീഗിന് അന്ന് ഒരു പരാതിയില്ലായിരുന്നു. പിന്നീട് VS അച്യുതാനന്ദന്റെ കാലത്ത് രമൺ ശ്രീവാസ്തവ തുടർന്നു. അന്ന് CPIയും ആ ഘടകകക്ഷിയാണ്, 4 മന്ത്രിമാരും ഉണ്ടായിരുന്നു. ആരും ഒരു എതിർപ്പും പറഞ്ഞില്ല. ഇന്നിപ്പോൾ എങ്ങനെയാണ് രമൺ ശ്രീവാസ്തവ സ്വീകാര്യനല്ലാതാവുന്നത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ശരിക്കും കാനം രാജേന്ദ്രൻ നല്ല വാഗ്മിയാണ്. വളരെ വിശദമായിട്ട് എണ്ണി കാര്യങ്ങൾ നിരത്തിവെച്ചു. അത് സ്വീകാര്യമാണെന്ന് പൊതുസമൂഹത്തിന് തോന്നി. പക്ഷേ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ അദ്ദേഹവും അക്കമിട്ട് തന്നെ കാര്യങ്ങൾ നിരത്തിവെച്ചു, സമാധാനം പറഞ്ഞു. ഇന്നിപ്പോൾ അഭിലാഷിന്റെ ചോദ്യത്തിന് മുമ്പിൽ സത്യൻ മുഖേരിക്ക് പോലും കാര്യങ്ങൾ പറയാൻ വയ്യാത്ത, നേരത്തെയുള്ള നിലപാടിനെ സ്ഥിരീകരിക്കുന്ന തരത്തിൽ നിലപാടെടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മുന്നണിയിലെ 2 കക്ഷികൾ തമ്മിലുള്ള തർക്കം ഇതുപോലെ ചാനൽ ചർച്ചയിലേക്ക് വിധേയമാക്കുന്നത് തീർച്ചയായിട്ടും ഒരു മുന്നണിക്കും സ്വീകാര്യമല്ല അഭിലാഷ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങൾ പറയാനുള്ളത് മുന്നണി യോഗത്തിൽ പറയണം. ഇവിടെ ആഴ്ചതോറും മന്ത്രിസഭാ യോഗമുണ്ടല്ലോ, അവിടെയൊക്കെ തർക്കങ്ങൾ ഉന്നയിക്കാം.
അവിടെ കാര്യങ്ങൾ വിശദീകരിക്കാം, കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ അവിടെ അവതരിപ്പിക്കാം. അല്ലാതെ പൊതുരംഗത്ത് മൈക്ക് വെച്ച് ഇതൊക്കെ പറയുന്നത് എം എം മണിയാണെങ്കിലും EP ജയരാജനാണെങ്കിലും കാനൻ രാജേന്ദ്രനാണെങ്കിലും അത് സുഖമുള്ള കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. ഇക്കാര്യത്തിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒന്ന്, വിമർശനം കേൾക്കേണ്ട വിഷയങ്ങളിലൊക്കെ ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിയാനുള്ള വ്യഗ്രത ഒന്ന്. രണ്ട്, CPIM-നെ എതിർക്കുക എന്നുള്ളത് CPI-യുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന് അനിവാര്യമായതുകൊണ്ടുള്ള എതിർപ്പ്. ഇവ രണ്ടുമല്ലാതെ ഇവർ ഉന്നയിച്ച വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശ്രീ കാനം രാജൻ പറഞ്ഞതിലെല്ലാം കഴമ്പുണ്ട്. പക്ഷേ ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനം നടന്നതോടുകൂടി കിട്ടേണ്ടത് കിട്ടിയാലേ കിട്ടാൻ ഉറക്കം വരൂ എന്നൊരു ചൊല്ലുണ്ട്. CPIക്ക് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ മര്യാദരാമന്മാരായി മാറി. അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ള ഇവരുടെ നടപടിക്രമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നു. ഗവൺമെന്റ് മാറി, പഴയ കാലത്തെ വക്കീലാണ് അഫിഡവിറ്റ് കൊടുത്തത്. ഈ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞ ഉടൻ തന്നെ അഡ്വക്കേറ്റ് ജനറൽ നിയമിച്ചില്ലേ സുധാകര പ്രസാദിനെ? അത് കഴിഞ്ഞ് DGP ആയിട്ട് മഞ്ചേരി ശ്രീധരൻ നായർ വെച്ചില്ലേ? അപ്പൊ സ്വാഭാവികമായി കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വെച്ച വക്കീലന്മാർ ഗവൺമെന്റ് മാറുമ്പോൾ ഒരു അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ അഡ്വക്കേറ്റ് ജനറലുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടേ കൊടുക്കൂ. ഇതൊക്കെ CPI കളിപ്പിക്കാൻ വേണ്ടി കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം കൊടുത്ത ഏതെങ്കിലും ഒരു വക്കീല് കഴിഞ്ഞ കാല ഗവൺമെന്റ് ഒരു അഫിഡവിറ്റ് ഗവൺമെന്റ് മാറിക്കഴിഞ്ഞ് പുതിയ അഡ്വക്കേറ്റ് ജനറൽ വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതവും ഇല്ലാതെ കോടതിയിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ? മാത്രമല്ല, ഇവർ പറഞ്ഞു മൂന്നാർ ഇഷ്യൂയിൽ എന്താ പറഞ്ഞേ? രണ്ടുപേരും പറയുന്നു കയ്യേറ്റത്തിന് ഞങ്ങൾ എതിരാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ പോയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ് സബ് കളക്ടർ. അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനടുത്ത് ഒരു പഞ്ചായത്ത് മെമ്പറും അവിടുത്തെ ലോക്കൽ പോലീസും നടത്തിയ നടപടിക്രമങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ്. സബ് കളക്ടർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ മുമ്പിലിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകളെ തല്ലുന്ന രംഗം നമ്മൾ കണ്ടു. അപ്പൊ കയ്യേറ്റത്തിന് നാളെ ശ്രീ റവന്യൂ മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു അവിടെ റിസോർട്ട് മാഫിയകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ അവിടെ സമരം ചെയ്യുന്നത്. അപ്പൊ റിസോർട്ട് മാഫിയയ്ക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നതെന്ന് റവന്യൂ മന്ത്രി പരസ്യമായി പറഞ്ഞു. ഇനി ഒരു കാര്യം പറയാം. ജിഷ്ണു പ്രണോയുടെ കേസ്. ജിഷ്ണു പ്രണോയ് ആരാ? SFI. അമ്മ മാർക്സിസ്റ്റുകാരി, മാമൻ മാർക്സിസ്റ്റുകാരൻ, മാത്രമല്ല അച്ഛൻ മാർക്സിസ്റ്റുകാരൻ. എന്താ ഹൈക്കോടതി ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാൻ കാരണം? 3, 4, 5, 6 പ്രതികൾക്ക് ആന്റിസിപ്പേറ്ററി ബെയിലില്ല. അപ്പോൾ 3, 4, 5, 6 പ്രതികളെക്കാൾ കുറഞ്ഞ കുറ്റമാണോ 1, 2 പ്രതികൾ ചെയ്തത്? ഹൈക്കോടതി അവർക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാൻ കാരണം കേരള ഗവൺമെന്റ് സമർപ്പിച്ച FIR-ൽ അവർക്ക് ജാമ്യം. ശരി, അത്തരത്തിലുള്ള പാളിച്ചകളുണ്ട്. അതുകൊണ്ട് CPI-യുടെ വിമർശനത്തിൽ കഴമ്പുണ്ടെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ അതിലേക്ക് മടങ്ങിയെത്താം. ശ്രീ വിജയരാഘവൻ, ഇവിടെ രണ്ട് നേതാക്കളുടെ വാർത്താ സമ്മേളനം കൊണ്ട് ഈ വിഷയങ്ങളൊക്കെ അവസാനിക്കുമോ? ഇത് സർക്കാരിനെ ഭരണപരമായി തന്നെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. റവന്യൂ മന്ത്രിക്ക് മൂന്നാർ ഒഴിപ്പിക്കൽ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അവിടെ സബ് കളക്ടർ നടപടിക്രമങ്ങൾ എടുക്കുന്നത്. ആ സബ് കളക്ടറാണ് ആ ജില്ലയിൽ നിന്നുള്ള CPIM-ന്റെ മന്ത്രിക്കും അവിടുത്തെ സ്ഥലം CPIM MLA-ക്കും ഏറ്റവും കണ്ണിൽ പിടിക്കാത്ത ആൾ, അത്രയും വെറുപ്പ് തോന്നുന്ന ആൾ, കായികമായി തന്നെ വേണമെങ്കിൽ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആൾ. ഭരണ നടപടിക്രമങ്ങളിൽ അതിരപ്പള്ളി വേറൊരു ഉദാഹരണം. അതിരപ്പള്ളി ആകാമെന്നുള്ള നിലപാടാണ് CPIM-ന്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയെന്ന് നിയമസഭയിൽ പറയുന്നു. പറ്റില്ല എന്നുള്ളതാണ് CPI-യുടെ നിലപാട്. അപ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിൽ കുറേ രാഷ്ട്രീയമായ ജാർഗൺസ് ഉപയോഗിച്ച് ശത്രുക്കൾക്ക് ആയുധം കൊടുക്കുന്ന പരിപാടി നിർത്തിയെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അവസാനിക്കുമോ? അല്ല, ഇതില് ഈ മൂന്നാർ പ്രശ്നത്തിൽ എന്താ? മൂന്നാറില് അനധികൃതമായ വൻകിട കയ്യേറ്റങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന കാര്യത്തിൽ പൊതു സമീപനമാണ്. CPM-ന്റെ സമീപനം അതാണ്, CPI-യുടെ സമീപനം അതാണ്, LDF സമീപനം അതാണ്, ഗവൺമെന്റ് സമീപനം അതാണ്. മാത്രമല്ല ഇക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. അവിടുത്തെ പാരിസ്ഥിതികമായ എല്ലാ വിഷയങ്ങൾ പരിസ്ഥിതിയോട് ഇണങ്ങുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളെ നിർമ്മിക്കാവൂ. കൂറ്റൻ കെട്ടിടങ്ങൾ പാടില്ല. ആ നിലയിൽ തന്നെയാണ് ആ സമീപനം. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്, റവന്യൂ മന്ത്രി വ്യക്തമാക്കിയതാണ്, ഗവൺമെന്റ് വ്യക്തമാക്കിയതാണ്, പാർട്ടിയും വ്യക്തമാക്കി, ഇന്ന് കോടിയേരിയും വ്യക്തമാക്കി. അവിടെ വരുന്ന ഒരു പ്രശ്നമുണ്ട്. മൂന്നാറിൽ 10-15,000-ഓളം വരുന്ന തൊഴിലാളികളുടെ പാവങ്ങളാണ് അവർ. ആ തൊഴിലാളികൾ എത്രയോ വർഷങ്ങളായി 3, 4, 5 തലമുറകളായിട്ട് അവിടെ കഴിയുന്നവരാണ്.
അവർക്ക് ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞാൽ എവിടെ കൊടുക്കുക? മൂന്നാറിലേക്ക് അത് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ടാറ്റയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ പുറമ്പോക്കാണ്. അങ്ങനെയാണ് സ്ഥലം. അപ്പൊ അവരുടെ കയ്യിലുള്ള ഒരു അര ഏക്കറോ 1 ഏക്കറോ 4 സെന്റോ 3 സെന്റോ എന്നുള്ളതിന്റെ പ്രശ്നം ഒരു മാനുഷിക പ്രശ്നമാണ്. ആ മാനുഷിക പ്രശ്നത്തെ മാനുഷിക പ്രശ്നമായിട്ട് കാണുക, കയ്യേറ്റത്തെ കയ്യേറ്റമായി കാണുക. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും. അത് ആ ഒരു സമീപനമേ ഞങ്ങളൊക്കെ സ്വീകരിച്ചു പോകാറുള്ളൂ. ഈ എത്രയോ തലമുറകളായി ജീവിക്കുന്ന ഈ മനുഷ്യനെ അവിടുന്ന് രാവിലെ എടുത്തിട്ട് പറിച്ചെറിയാൻ കഴിയുമോ? ആർക്കും കഴിയില്ല. അതിലൊരു മാനുഷിക പ്രശ്നമുണ്ട്. തമിഴ് തൊഴിലാളികളാണ്, പട്ടികജാതിക്കാരാണ്, ദളിതരാണ്. മൂന്നാറിനെ സംബന്ധിക്കുന്ന കയ്യേറ്റവും കുടിയേറ്റവും സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഞാൻ ചോദിച്ചത് ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പക്ഷേ അവസാനിക്കുമോ എന്നുള്ളതായിരുന്നു. വളരെ നന്ദി ശ്രീ എ വിജയരാഘവൻ, ശ്രീ സത്യൻ മൊകേരി, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചർച്ചയിൽ പങ്കെടുത്തതിന്.